അപ്പോൾ ഗൈസ് നിങ്ങൾ മൈസൂരത്തെ കല്യാണം കണ്ട് എൻഗേജ്മെൻറ്റ് കണ്ട് ഇതൊരു വെറൈറ്റി പരിപാടി കണ്ടാലോ. ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു വെറൈറ്റി പരിപാടി ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണെന്ന്. പീരിയഡ്സിൻ്റെ പരിപാടിയാണ്. ഫസ്റ്റായിട്ട് പെൺകുട്ടികൾ പീരിയഡ്സ് ആയാൽ പരിപാടി നടത്തും, അത് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ പോവാണ്. നേരെ ബൈക്കിൽ പോയി മാറ്റിയിട്ടൊന്നുമില്ല, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മാറ്റാൻ വിചാരിച്ചിട്ടാണ് ബസ് കയറിയിട്ട് ഓട്ടോയിൽ പോകണം. എന്തിനാ ഇങ്ങനെ തിക്കും തിരക്ക് ബസ്സിൽ പോകാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? പക്ഷേ കർണാടകയിൽ എവിടെ പോയാലും ഫ്രീ ആണ്, ആധാർ കാർഡ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഓട്ടോയിലും പോയി നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ അവൾ വീഡിയോ തുടങ്ങിയിരുന്നു, വീഡിയോഗ്രാഫറൊക്കെ എത്തിയിരുന്നു, അവളെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് നമ്മൾ പെട്ടെന്നൊരു മാറ്റി വന്നു. ഇതാണ് എന്നിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത് ആദ്യം ഞാൻ ഐലൈനറൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷനും പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത്. അപ്പോൾ അതിന് അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടെ എല്ലാവരും മാറ്റുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് സാധാരണ, നമ്മൾ മാത്രമുള്ളൂ മാറ്റി പോവുക. പക്ഷേ ഇന്ന് ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി അവിടെ തന്നെയാണ് മാറ്റിയത് പെട്ടെന്ന്. അപ്പം ഞാനും അങ്ങനെ പെട്ടെന്ന് മാറ്റിയൊക്കെ ചെയ്തു, മൊത്തമൊക്കെ റോൾ ചെയ്ത്. ഇതെൻ്റെ ഔട്ട്ഫിറ്റ് 7 വർഷത്തെ ഒരു ഗൗണാണ്, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നറില്ലായിരുന്നു, ഇന്നർ നാട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ തപ്പി തെരഞ്ഞ് പോയി വാങ്ങിയത്. 1 മണിക്കൂർ ഞാൻ വെയിലത്ത് അതിന് വേണ്ടി പോയി. വന്ന് 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മാറ്റി. അപ്പോൾ നേരെ താഴത്തേക്ക് പോയപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടീസ് വാരി ഏറിയാണ്. അപ്പോൾ നേരെ വീഡിയോഗ്രാഫറിൻ്റെ അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുത്തു. എൻ്റെ വീഡിയോ എടുത്തു, ഞാൻ എൻ്റെ ഫോണിലെടുത്തു, അവരും എടുത്തു. അതിൻ്റെ ശേഷം നമ്മളൊരു മൈലാഞ്ചിൻ്റെ എന്തൊക്കെ പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കണം. ഓരോരോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് അതൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ ഷോ എല്ലാവർക്കും കഴിഞ്ഞ് പിന്നെ അടുത്ത എൻ്റെ ഷോ, അത് നിർബന്ധമാണല്ലോ എവിടെ പോയാലും. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഷോൾ ഇട്ടിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഓരോരുത്തരെ കൊണ്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് പോയി. ഇതാണ് ആ കുട്ടീൻ്റെ ഉപ്പ, എൻ്റെ അളിയൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഫാൻസ്. അവിടെ ഞാൻ വീഡിയോ കാണാറുണ്ട്, നല്ല രസമുണ്ട് പറഞ്ഞിട്ട്. സത്യമായിട്ട് കഴിച്ചത് എൻ്റെ ഫാൻസാണ്. ആ കുട്ടികളൊക്കെ എന്നും കാണലുണ്ട്, എന്നെ പോലെ മേക്കപ്പ് ചെയ്യും, ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നു പറഞ്ഞ്. ഇതിൻ്റെ അമ്മായിൻ്റെ മോനാണ്. അപ്പം ഫുഡാണല്ലോ മസ്റ്റ്, നമ്മൾ ഫുഡിന് വെയിറ്റ് ആക്കി. ആദ്യം പൊറോട്ട വന്നു, പിന്നെ ഗ്രേവി, പിന്നെ ബിരിയാണിക്ക് പിന്നെ കറി മസ്റ്റ് ആയതുകൊണ്ട് ദാൽ കറി, പിന്നെ ലാസ്റ്റ് ഒരു മധുരം നിർബന്ധമാണല്ലോ, മധുരം അതും കുടിച്ച് നമ്മൾ അൽഹംദുലില്ലാ കഴിഞ്ഞു. ഫുഡ് കഴിച്ചു. പിന്നെ അടുത്ത പരിപാടി തുടങ്ങി. അവളെ മാറ്റിക്കണം. അടുത്ത ഇതൊന്ന് നോക്കേണ്ട വയസ്സ്. അവിടെ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നേരെ മാറ്റിച്ച് അവളെ മേലേക്ക് വേറെ ഡ്രസ്സ് മാറ്റിച്ചിട്ട് കൊണ്ടുവരികയാണ്. പിന്നെയാണ് പരിപാടി, ശരിക്കുള്ള പരിപാടി തുടങ്ങുക. ഇവിടെ നിങ്ങൾക്ക് അറിയാം, പൂവില്ലാത്തൊരു കച്ചവടമല്ലാന്ന്. മരിച്ചാലും പൂവ്, കല്യാണത്തിന് പൂവ്, അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ എല്ലാ പൂവ് കൊണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു കയ്യിലിടണ, പിന്നെ പൂമാല ഉണ്ടായിരുന്നു, അതെല്ലാം അവർ സെറ്റ് ചെയ്യാണ്. പിന്നെ അടുത്തത് കുറേ നിങ്ങളൊരു കാണാത്തൊരു ഇതായിരിക്കും ഈ പൂവിൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഇടുക. തലവേദനയൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടാവായിരിക്കും, അറിയില്ല ശരിക്കും. അപ്പോൾ തലയിലിട്ട് പിന്നെ വെറൈറ്റിയാണ് ഗൈസ്, തലയിൽ മാത്രമല്ല ഉള്ളത് പൂവ്, പിന്നെ ബാക്കിൽ കൂടെ ഇങ്ങനെ പുറത്തു കൂടെ ഇടുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇതാണ് അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല ഫുൾ ഒറിജിനലാണ്. ഇത് മുല്ലപ്പൂവും പിന്നെ അങ്ങനത്തെ പൂവായിട്ട് ഒറിജിനൽ ഇങ്ങനെ ബാക്കിൽ ഇടുന്ന സാധനമാണ്. പിന്നെ അടുത്തത് നമ്മളെ പരിപാടി തുടങ്ങി. ആ കുട്ടി അങ്ങനെ ആകെ അന്തമിട്ട് നിൽക്കുകയാണ്, ഒന്നും അറിയുന്നില്ല, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല. കുറേ ഡ്രസ്സും മാറ്റുക, കുറേ ഇത് മാറ്റുക, പൂവിടുക, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അടുത്ത പരിപാടി തുടങ്ങി, രസം. നമുക്ക് രസം പിന്നെ നിർബന്ധമാണല്ലോ, എവിടെ പോയാലും എന്ത് പരിപാടിൻ്റെ രസം നിർബന്ധം. ആ രസം വാങ്ങി നമ്മൾ ഇന്നലെ ഗിഫ്റ്റ് വാങ്ങിയത് അതും അവൾക്ക് ഇട്ട് കൊടുത്തു. നമ്മളെല്ലാവരും ടാറ്റ. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരോടും, ഇതിൻ്റെ സിസ്റ്ററാണ്, അവൾ ലൈക്ക് ചെയ്യാൻ പറയണം. ഓക്കെ. അപ്പോൾ നമ്മൾ ടാറ്റ ഗൈസ്, അത്രയേ ഉള്ളൂ. പോവാണ് നമ്മൾ പോവാണ് ഗൈസ്, പോവാണ്. അടുത്ത വീഡിയോയിൽ കാണാം.